ഇന്നത്തെ ലേണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് സെൻറ്റൻസുകൾ മനസ്സിലാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഉപകാരപ്രദമായ സെൻറ്റൻസുകളാണ്. അർത്ഥത്തോടു കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഓരോന്നായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ആദ്യത്തെ സെൻറ്റൻസ് വരുമ്പോൾ, ഇത് ചെറിയ കാര്യമായിരിക്കാം, പക്ഷേ ആളുകൾ അതിനെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ, it might be a small thing, but people are trying to stimulate it. It might be എന്ന് വെച്ചാൽ ആയിരിക്കാം എന്നുള്ള അർത്ഥമാണ്. It might be, ഇത് ആയിരിക്കാം. A small thing, ഒരു ചെറിയ കാര്യം. It might be a small thing, ഇതൊരു ചെറിയ കാര്യമായിരിക്കാം. പക്ഷേ people are trying to stimulate it. People are trying to stimulate it എന്ന് വെച്ചാൽ ആളുകൾ അതിനെ ഉത്തേജിപ്പിക്കാൻ ശ്രമിക്കുന്നു. സ്റ്റിമുലേറ്റ് എന്ന് വെച്ചാൽ ഉത്തേജിപ്പിക്കുക. പീപ്പിൾ ആർ ട്രൈങ്, ആളുകൾ ശ്രമിക്കുന്നു. ടു സ്റ്റിമുലേറ്റ് ഇറ്റ്, അതിനെ ഉത്തേജിപ്പിക്കാൻ. ഇറ്റ് മൈറ്റ് ബി എ സ്മോൾ തിങ്, ബട്ട് പീപ്പിൾ ആർ ട്രൈങ് ടു സ്റ്റിമുലേറ്റ് ഇറ്റ്. അടുത്ത സെന്റൻസ്, നീ ഓഫീസിലേക്ക് പോകുമ്പോൾ ദയവായി എന്നെ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ ഇറക്കി വിടൂ. എനിക്കിന്ന് ഡോക്ടറെ അപ്പോയിൻമെന്റ് ഉണ്ട്. ആ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ, വെൻ യു ഗോ ടു ദ ഓഫീസ് പ്ലീസ് ഡ്രോപ്പ് മീ ഓഫ് അറ്റ് ഹോസ്പിറ്റൽ ജംഗ്ഷൻ. I have an appointment with the doctor today. When you go to the office, നീ ഓഫീസിലേക്ക് പോകുമ്പോൾ, please drop me off, എന്നെ ഇറക്കി വിടൂ, at hospital junction, ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ. I have an appointment with the doctor today. I have an appointment, എനിക്കൊരു അപ്പോയിൻമെന്റ് ഉണ്ട്. with the doctor today, ഇന്ന് ഡോക്ടറുമായിട്ട്. When you go to the office, please drop me off at hospital junction. I have an appointment with the doctor today. അടുത്ത സെന്റൻസ്, നീ പോകുന്നത് പ്രശ്നമില്ല, പക്ഷേ സന്ധ്യയ്ക്ക് മുമ്പ് ഇവിടെ എത്താൻ ശ്രമിക്കണം. കേട്ടല്ലോ? ആ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ, ഇറ്റ്സ് ഓക്കെ ദറ്റ് യു ആർ ഗോയിങ്, ബട്ട് മേക്ക് ഷുവർ ടു റീച്ച് ഹിയർ ബിഫോർ ഡസ്ക്. ഓൾ റൈറ്റ്? ഇറ്റ്സ് ഓക്കെ ദറ്റ് യു ആർ ഗോയിങ്, നീ പോകുന്നതിന് പ്രശ്നമില്ല, പക്ഷേ മേക്ക് ഷുവർ, ഇത് ഉറപ്പിക്കുക, ടു റീച്ച് ഹിയർ ബിഫോർ ഡസ്ക്, സന്ധ്യയ്ക്ക് മുമ്പ്. ഡസ്ക് എന്ന് വെച്ചാൽ ഈവനിങ് ടൈം അല്ലെങ്കിൽ ഇരുട്ടാകുന്നതിന് മുമ്പുള്ള സമയം, സന്ധ്യ. റീച്ച് ഹിയർ ബിഫോർ ഡസ്ക്. ഓൾ റൈറ്റ്? കേട്ടല്ലോ? ഇറ്റ്സ് ഓക്കെ ദറ്റ് യു ആർ ഗോയിങ്, ബട്ട് മേക്ക് ഷുവർ ടു റീച്ച് ഹിയർ ബിഫോർ ഡസ്ക്. ഓൾ റൈറ്റ്? അടുത്ത സെന്റൻസ്, അദ്ദേഹം എന്നോട് സത്യം പറയുന്നത് വരെ എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാനാവില്ല. ആ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ, ഐ കനോട്ട് ഹെൽപ്പ് ഹിം അൺലെസ് ഹി ടെൽസ് മീ ദ ട്രൂത്ത്. ഐ കനോട്ട് ഹെൽപ്പ് ഹിം, എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാനാവില്ല. അൺലെസ്, അതുവരെ. ഹി ടെൽസ് മീ ദ ട്രൂത്ത്, സത്യം പറയുന്നത് വരെ. ഹി ടെൽസ് മീ ദ ട്രൂത്ത്, അൺലെസ് ഹി ടെൽസ് മീ ദ ട്രൂത്ത് എന്ന് വെച്ചാൽ സത്യം പറയുന്നത് വരെ. ഐ കനോട്ട് ഹെൽപ്പ് ഹിം, എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാനാവില്ല. അൺലെസ് ഹി ടെൽസ് മീ ദ ട്രൂത്ത്, സത്യം പറയുന്നത് വരെ. അദ്ദേഹം സത്യം പറയുന്നത് വരെ എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാനാവില്ല. അടുത്ത സെന്റൻസ്, എനിക്ക് ഒരു കാര്യം മനസ്സിലായി, അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള ജോലി വളരെ റിസ്കിയാണ്. ദയവായി അദ്ദേഹത്തോട് മറ്റൊരു ജോലി നോക്കാൻ പറയൂ. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ, ഐ റിയലൈസ് വൺ തിങ്, ഹിസ് കറന്റ് ജോബ് ഈസ് വെരി റിസ്കി. പ്ലീസ് ആസ്ക് ഹിം ടു ലുക്ക് ഫോർ അനദർ വൺ. ഐ റിയലൈസ്ഡ് വൺ തിങ്, എനിക്കൊരു കാര്യം മനസ്സിലായി, അതല്ലെങ്കിൽ ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തു. ഹിസ് കറന്റ് ജോബ് ഈസ് വെരി റിസ്കി. ഹിസ് കറന്റ് ജോബ്, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജോബ്, ഈസ് വെരി റിസ്കി, വളരെ റിസ്കിയാണ്. പ്ലീസ് ആസ്ക് ഹിം, അദ്ദേഹത്തോട് പറയുക, ദയവായി അദ്ദേഹത്തോട് പറയുക, ടു ലുക്ക് ഫോർ അനദർ വൺ, വേറൊരു ജോലി, അതല്ലെങ്കിൽ മറ്റൊരു ജോലി നോക്കുക എന്നുള്ളത്. ടു ലുക്ക് ഫോർ അനദർ വൺ, മറ്റൊരു ജോലി നോക്കുക. ഐ റിയലൈസ് വൺ തിങ്, ഹിസ് കറന്റ് ജോബ് ഈസ് വെരി റിസ്കി. പ്ലീസ് ആസ്ക് ഹിം ടു ലുക്ക് ഫോർ അനദർ വൺ. അടുത്ത സെന്റൻസ്, നിനക്ക് എഗ്രിമെന്റ് നോക്കാൻ കഴിഞ്ഞോ? നാളെ നമുക്കിത് ഫൈനൽ ചെയ്യണം. നിനക്കിതൊക്കെ ഓക്കെ അല്ലേ? നിനക്കിത് ഓക്കെ അല്ലേ? അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ, കുഡ് യു ഗോ ത്രൂ ദ എഗ്രിമെന്റ്? വി ആർ ഗോയിങ് ടു ഫൈനലൈസ് ഇറ്റ് ടുമോറോ. ആർ യു ഓക്കെ വിത്ത് ദിസ്? കുഡ് യു ഗോ ത്രൂ ദ എഗ്രിമെന്റ്. കുഡ് യു എന്ന് വെച്ചാൽ നിനക്ക് കഴിഞ്ഞോ. ഗോ ത്രൂ ദ എഗ്രിമെന്റ്, എഗ്രിമെന്റ് നോക്കാൻ അല്ലെങ്കിൽ എഗ്രിമെന്റിൽ കൂടെ ഒന്ന് കണ്ണോടിക്കാൻ നിനക്ക് കഴിഞ്ഞോ. വി ആർ ഗോയിങ് ടു ഫൈനലൈസ് ഇറ്റ് ടുമോറോ. വി ആർ ഗോയിങ് ടു, ഞങ്ങൾ പോകുന്നു. ഫൈനലൈസ് ഇറ്റ്, ഇത് ഫൈനലി ചെയ്യാൻ. ടുമോറോ, നാളെ. വി ആർ ഗോയിങ് ടു ഫൈനലൈസ് ഇറ്റ് ടുമോറോ. ആർ യു ഓക്കെ വിത്ത് ദിസ്?
നിനക്കിത് ഓക്കെ അല്ലേ? Could you go through the agreement? We are going to finalize it tomorrow. Are you okay with this? അടുത്ത സെന്റൻസ്, ഇന്നലെ എൻ്റെ അച്ഛൻ്റെ ജന്മദിനമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന് ഒരു സർപ്രൈസ് ഒരുക്കി. അത് വീട്ടിൽ ഒരു സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ, yesterday was my father's birthday and we prepared a surprise for him. It created a joyful atmosphere at home. Yesterday was ഇന്നലെ ആയിരുന്നു my father's birthday എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ and we prepared ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു എ സർപ്രൈസ് ഫോർ ഹിം അദ്ദേഹത്തിന് വേണ്ടി ഒരു സർപ്രൈസ്. ഇറ്റ് ക്രിയേറ്റഡ് ഇത് സൃഷ്ടിച്ചു എ ജോയ്ഫുൾ അറ്റ്മോസ്ഫിയർ അറ്റ് ഹോം ഒരു സന്തോഷകരമായ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം അറ്റ് ഹോം വീട്ടിൽ. ഇറ്റ് ക്രിയേറ്റഡ് എ ജോയ്ഫുൾ അറ്റ്മോസ്ഫിയർ അറ്റ് ഹോം ഇത് വീട്ടിലൊരു സന്തോഷകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. യെസ്റ്റർഡേ വാസ് മൈ ഫാദേഴ്സ് ബർത്ത്ഡേ ആൻഡ് വി പ്രിപ്പയർഡ് എ സർപ്രൈസ് ഫോർ ഹിം. ഇറ്റ് ക്രിയേറ്റഡ് എ ജോയ്ഫുൾ അറ്റ്മോസ്ഫിയർ അറ്റ് ഹോം. അടുത്ത സെന്റൻസ് നോക്കാം. അവളോട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അവൾ ഒത്തിരി സംസാരിക്കുന്ന ടൈപ്പാണ്. എനിക്ക് അത്ര ക്ഷമയില്ല. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ, there is no use talking to her. She talks too much and I just don't have that much patience. There is no use talking to her. അവളോട് സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. അതായത് there is no use talking to her. അവളോട് സംസാരിച്ചിട്ട് ഒരു കഥയുമില്ല, ഒരു കാര്യവുമില്ല എന്നുള്ള അർത്ഥമാണ്. She talks too much. അവൾ ഒത്തിരി സംസാരിക്കും. And I just don't have that much patience. എനിക്ക് അത് കേൾക്കാനുള്ള ക്ഷമയില്ല, അല്ലെങ്കിൽ എനിക്ക് അത്രയും ക്ഷമയില്ലാത്ത ആളാണ് എന്നുള്ള അർത്ഥമാണ്. There is no use talking to her. She talks too much and I just don't have that much patience. Patience എന്ന് വെച്ചാൽ ക്ഷമ. അടുത്ത സെന്റൻസ് നോക്കാം. നീ ഇന്നലെ എത്ര മണിക്ക് എത്തി? ഞാൻ 11 മണി വരെ നിന്നെ കാത്തിരുന്നു, പിന്നെ ഉറങ്ങാൻ പോയി. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ, what time did you get here yesterday? I was waiting for you until 11 p.m. and then I went to sleep. What time did you get here yesterday? നീ ഇന്നലെ എത്ര മണിക്ക് എത്തി? Did you get here എന്ന് വെച്ചാൽ did you reach here എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ. What time എത്ര മണിക്ക് did you get here yesterday? നീ ഇവിടെ എത്തി. I was waiting for you. ഞാൻ നിന്നെ കാത്തിരുന്നു until 11 p.m. 11 മണി വരെ. And then I went to sleep. അത് കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോയി. What time did you get here yesterday? I was waiting for you until 11 p.m. and then I went to sleep. അടുത്ത സെന്റൻസ്, അവൾ തൻ്റെ ബിസിനസ് സംരംഭത്തിലേക്ക് അവിശ്വസനീയമായ സംഭാവന ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ചില വർഷങ്ങളിൽ അതിൻ്റെ വളർച്ച അത്ഭുതകരമാണ്. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷിൽ വരുമ്പോൾ, she made an incredible contribution to her business setup and its growth over the past few years has been amazing. She made an incredible contribution. അവള് അവിശ്വസനീയമായ അല്ലെങ്കിൽ അത്ഭുതകരമായ കോൺട്രിബ്യൂഷൻ ചെയ്തു ടു ഹർ ബിസിനസ് സെറ്റപ്പ് അവിടെ ബിസിനസ് സെറ്റപ്പിലേക്ക്. ആൻഡ് ഇറ്റ്സ് ഗ്രോത്ത് ഓവർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് അതായത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടുള്ള ഇതിന്റെ വളർച്ച ഹാസ് ബീൻ അമേസിങ് അത്ഭുതകരമാണ്. She made an incredible contribution to her business setup. Incredible എന്ന് വെച്ചാൽ അവിശ്വസനീയമായ അതല്ലെങ്കിൽ അത്ഭുതകരമായ എന്ന മീനിങ് ആണ്. And its growth over the past few years has been amazing. ആ ബിസിനസിന്റെ വളർച്ച കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അമേസിങ് അതും അത്ഭുതകരമായ എന്നുള്ള അർത്ഥം തന്നെയാണ്. അടുത്ത സെന്റൻസ്, വളരെയധികം സംസാരിക്കാതെ ശ്രദ്ധിച്ച് കേൾക്കാനും നിരീക്ഷിക്കാനും ശ്രമിക്കൂ. ഇത് നമ്മുടെ എനർജിക്കും ആരോഗ്യകരമായ അന്തരീക്ഷത്തിനും നല്ലതാണ്. ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ, ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് ടു മച്ച് ട്രൈ ടു ലിസൺ ആൻഡ് ഒബ്സർവ് മോർ. ഇറ്റ്സ് ബെറ്റർ ഫോർ അവർ എനർജി ആൻഡ് ഹെൽപ്സ് മെയിൻറ്റെയിൻ എ ഹെൽത്തി എൻവയൺമെന്റ്. ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് ടു മച്ച് ഒത്തിരി സംസാരിക്കുന്നതിന് പകരം, ഇൻസ്റ്റെഡ് എന്ന് വെച്ചാൽ പകരം, ഓഫ് ടോക്കിംഗ് ടു മച്ച് ടു മച്ച് ഒത്തിരി, ടോക്കിംഗ് സംസാരിക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ടോക്കിംഗ് ടു മച്ച് ട്രൈ ടു ലിസൺ ആൻഡ് ഒബ്സർവ് മോർ. ലിസൺ ആൻഡ് ഒബ്സർവ്, ലിസൺ എന്ന് വെച്ചാൽ കേൾക്കുക, ഒബ്സർവ് എന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. ട്രൈ ടു ശ്രമിക്കുക.
ട്രൈ ടു ലിസൺ ആൻഡ് ഒബ്സർവ് മോർ. കൂടുതൽ കേൾക്കാനും നിരീക്ഷിക്കാനും ശ്രമിക്കുക. ഇറ്റ്സ് ബെറ്റർ ഫോർ അവർ എനർജി. നമ്മുടെ എനർജിക്ക് നല്ലതാണ്. ആൻഡ് ഹെൽപ്സ് മെയിൻറ്റെയിൻ എ ഹെൽത്തി എൻവയൺമെന്റ്. അതുകൂടാതെ ഹെൽപ്സ് മെയിൻറ്റെയിൻ എ ഹെൽത്തി എൻവയൺമെന്റ്. ഒരു ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്താനും അത് നല്ലതാണ്. അടുത്ത സെന്റൻസ്. നീ ഏറെ ഉദാസീനമായാണ് കാണുന്നത്. എന്ത് സംഭവിച്ചു? ഇന്നലെ രാത്രി ഉറങ്ങാതെ പഠിക്കുകയായിരുന്നോ? ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ യു ലുക്ക് വെരി ലെഥർജിക്. വാട്ട് ഹാപ്പൻഡ്? വെർ യു സ്റ്റഡിങ് വിത്തൗട്ട് സ്ലീപ്പിംഗ് ലാസ്റ്റ് നൈറ്റ്? യു ലുക്ക് വെരി ലെഥർജിക്. നീ ഏറെ ഉദാസീനമായാണ് കാണുന്നത്. ലഥർജിക് എന്ന് വെച്ചാൽ ഉദാസീനമായി. വാട്ട് ഹാപ്പൻഡ്? എന്ത് സംഭവിച്ചു? വെർ യു സ്റ്റഡിങ് വിത്തൗട്ട് സ്ലീപ്പിംഗ് ലാസ്റ്റ് നൈറ്റ്? വെർ യു സ്റ്റഡിങ് പഠിക്കുകയായിരുന്നോ? വിത്തൗട്ട് സ്ലീപ്പിംഗ് ഉറങ്ങാതെ. സ്ലീപ്പിംഗ് ഉറങ്ങുക, വിത്തൗട്ട് എന്ന് വെച്ചാൽ ഇല്ലാതെ. സ്ലീപ്പിംഗ് വിത്തൗട്ട് സ്ലീപ്പിംഗ് വെച്ചാൽ ഉറങ്ങാതെ. ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി. വെർ യു സ്റ്റഡിങ് വിത്തൗട്ട് സ്ലീപ്പിംഗ് ലാസ്റ്റ് നൈറ്റ്? അടുത്ത സെന്റൻസ്. എന്താ കാല് മുടന്തി നടക്കുന്നത്? കാലിന് എന്തെങ്കിലും പറ്റിയോ? ഈ ഒരു സെന്റൻസ് ഇംഗ്ലീഷ് വരുമ്പോൾ വൈ ആർ യു വാക്കിംഗ് വിത്ത് ലിം? ഡിഡ് സംതിങ് ഹാപ്പൻ ടു യുവർ ലെഗ്? വൈ ആർ യു വാക്കിംഗ് വിത്ത് ലിം? എന്താണ് കാല് മുടന്തി നടക്കുന്നത്? ലിം എന്ന് വെച്ചാൽ മുടന്തി. ഡിഡ് സംതിങ് ഹാപ്പൻ ടു യുവർ ലെഗ്? കാലിന് എന്തെങ്കിലും സംഭവിച്ചോ, എന്തെങ്കിലും പറ്റിയോ എന്നുള്ള അർത്ഥമാണ് ഡിഡ് സംതിങ് ഹാപ്പൻ ടു യുവർ ലെഗ്. അടുത്ത സെന്റൻസ്. ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. തുടർന്ന് നാളെപ്പറ്റി ആലോചിക്കാം. ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ടുഡേയ്സ് പ്രോബ്ലം. Then we will think about tomorrow. Find a solution for today's problem എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. Find a solution, പരിഹാരം കാണുക. For today's problem, ഇന്നത്തെ പ്രോബ്ലം. Then we will think about tomorrow. അതിനുശേഷം നമുക്ക് നാളത്തെ പറ്റി ചിന്തിക്കാം എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ.